പുല്ലുകുളങ്ങര ശ്രീധർമ്മ ശാസ്താക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരമാണ് മുറുക്കാൻ നൽകി സ്വീകരിക്കൽ. കരക്കാർ ക്ഷേത്രക്കുളത്തിലിറങ്ങി മുങ്ങിക്കുളിച്ച് ഈറനായി നാലമ്പലം ചുറ്റി ഉരുണ്ട് കൊട്ടാര പൂമുഖത്തെത്തുമ്പോൾ ക്ഷേത്ര ദേവസ്വം അധികൃതർ അവരെ മുറുക്കാൻ നൽകി സ്വീകരിക്കുന്ന ചടങ്ങിന് ഐതിഹ്യ പെരുമയുടെ തിളക്കമുണ്ട്. പുല്ലുകുളങ്ങര ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന മുറുക്കാൻ നൽകി സ്വീകരിക്കൽ ചടങ്ങ് വേറിട്ടതാണ്. കരക്കാർ ക്ഷേത്രക്കുളത്തിലിറങ്ങി മുങ്ങിക്കുളിച്ച് ഈറനായി നാലമ്പലം ചുറ്റി ഉരുണ്ട് കൊട്ടാര പൂമുഖത്തെത്തുമ്പോൾ ക്ഷേത്രാധികൃതർ അവർക്ക് മുറുക്കാൻ നൽകുകയും അവരോടൊപ്പം ഇരുന്ന് മുറുക്കാൻ മുറുക്കുകയും ചെയ്യുന്ന ആചാരമാണിത്. പതിവ് പോലെ ഇക്കുറിയും ചടങ്ങ് നടന്നു. ഈ ദൃശ്യത്തിൽ കാണുന്നത് 8ാം ഉത്സവ അവകാശികളോടൊത്തുള്ള ചടങ്ങാണ്. പുല്ലുകുളങ്ങര ക്ഷേത്രം കണ്ടല്ലൂർ കീരിക്കാട് വില്ലേജുകളിൽപ്പെട്ട 9 കരക്കാരുടെ അധീനതയിലാണ്. കായംകുളം രാജാവ് പണി കഴിപ്പിച്ച ക്ഷേത്രം ഏകദേശം 300-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോൾ നിലനിൽക്കുന്നിടത്തു നിന്നും 2 കിലോമീറ്റർ കിഴക്ക് കണ്ണമ്പള്ളി ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. കച്ചവടത്തിനും സൈനിക സഹായത്തിനുമൊക്കെയായി മുസ്ലിം വിഭാഗങ്ങളെ നാട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നപ്പോൾ അവർക്ക് താമസിക്കാനും ആരാധനയ്ക്കുമൊക്കെ സ്ഥലം കണ്ടെത്തി നൽകേണ്ടി വന്നു. ഇതോടെ ക്ഷേത്രം പടിഞ്ഞാറോട്ട് മാറ്റി പുല്ലുകുളങ്ങരയിൽ സ്ഥാപിച്ചു. 9 കരക്കാർക്ക് വിട്ടു നൽകുകയും ചെയ്തു. ഓരോ കരകൾക്കും ഉത്സവം നടത്താനുള്ള അവകാശങ്ങൾ നൽകി. അവരുടെ ഉത്സവ ഊഴം വരുന്ന ദിവസം ഭഗവാന്റെ പാണിവിളക്കും മെഴുവട്ട കുടയും ആനയും മേളവും ഒക്കെയായി അവരെ ക്ഷണിച്ചുകൊണ്ടുവരുന്ന ചടങ്ങും നടത്തുന്നു. ക്ഷേത്രത്തിലെത്തുന്ന കരക്കാർ അമ്പലക്കുളത്തിൽ മുങ്ങി ഈറനായി നാലമ്പലം ചുറ്റി ഉരുണ്ടെത്തുമ്പോൾ ദേവസ്വം അധികൃതർ അവർക്ക് മുറുക്കാൻ നൽകും. ഒപ്പം അവരോടൊപ്പം ഇരുന്ന് മുറുക്കുകയും സൗഹൃദം പുതുക്കുകയും ചെയ്യും. അന്നത്തെ പകലും രാവും അമ്പലത്തിൽ ആട്ടവും പാട്ടവും മേളവും ഒക്കെയായി ആഘോഷിച്ച ശേഷം രാവേറെ വൈകി അവർ കൂട്ടം കൊട്ട് നടത്തി വിട ചൊല്ലും. ഇതാണ് ഐതിഹ്യം. ഓരോ ഉത്സവം നടത്തുന്ന ഓരോ കരക്കാരുടെ അവകാശമാണ്. 8ാം ഉത്സവത്തിന്റെ അവകാശികളായ പുതിയോള തെക്ക് കരക്കാർ ഉത്സവത്തിനായി ഭഗവാൻ മെഴുവട്ടക്കുടയും പാണിവിളക്കുമായി കരയിൽ ചെന്ന് കപ്പോശ്ശേരി ക്ഷേത്രത്തിൽ നിന്ന് അവരെ സ്വീകരിച്ച് ഇവിടെ കൊണ്ടുവന്ന് കരക്കാർ ക്ഷേത്രക്കുളത്തിലിറങ്ങി മുങ്ങിക്കുളിച്ച് ഈറനോടെ ക്ഷേത്രം വലം വെച്ച് ഉരുണ്ടതിന് ശേഷം അവരെ ആചാരപൂർവ്വം ക്ഷണിച്ചു വരുത്തി കൊട്ടാര പൂമുഖത്തിരുത്തി മുറുക്കാൻ കൊടുത്ത് അവരോടൊപ്പം ഇരുന്ന് മുറുക്കി ഇന്നത്തെ ദിവസം മുഴുവൻ അവർ ഉത്സവം നടത്താനായി ക്ഷേത്രത്തിൽ ഉണ്ടാവുകയും അതിനുശേഷം രാത്രി കൂട്ടം കൊട്ടോടുകൂടി വിടചൊല്ലി ഭഗവാനോട് വിടചൊല്ലി പിരിഞ്ഞ് അടുത്ത ദിവസത്തെ ഉത്സവത്തിന് അടുത്ത കരക്കാരെ ക്ഷണിക്കുകയാണ്. അതാണ് ചടങ്ങ്. അപ്പോൾ രാവിലെ ഉരുളിച്ചയോടുകൂടി അവരെ ക്ഷേത്രത്തിലെത്തിച്ച് രാത്രി ഏറെ വൈകി കൂട്ടം കൊട്ടോടുകൂടി വിടചൊല്ലി പിരിയുന്ന അതാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ചടങ്ങ്. പരമ്പരാഗതമായി പുരാതനപരമായി നടക്കുന്ന ഒരു ചടങ്ങ് അതാണ് ഇന്ന് മുറുക്കാൻ നൽകി സ്വീകരിക്കുകയും അവരോടൊപ്പം ഇരുന്ന് മുറുക്കി സൗഹൃദം പുതുക്കി ഈ വർഷത്തെ ഉത്സവം അവരോടൊപ്പം കൂടുന്നതാണ്, ദേവസ്വം കൂടെ ഒപ്പം കൂടുന്നതാണ് ഈ ചടങ്ങ്. ക്ഷേത്രാചാരം അനുസരിച്ച് നടക്കുന്ന ഒരു ചടങ്ങാണെന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ആ ആചാരപ്രകാരമാണ് കരയിൽ നിന്നും ഉരുളിച്ച് വന്നതിന് ശേഷം കരയിലെ പ്രമാണിമാരും കരയിലെ പ്രധാനപ്പെട്ട ആൾക്കാരും ഇരുന്ന് ക്ഷേത്ര കൊട്ടാരത്തിന്റെ മുമ്പിൽ ഇരുന്ന് മുറുക്കി സൗഹൃദം സ്ഥാപിച്ചു പോകുന്ന ഒരു ചടങ്ങാണ്. കലാകാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു ചടങ്ങാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് 8ാം കരയിൽ നിന്നും വന്നിട്ടുള്ള കരപ്രമാണിമാരെയും കരക്കാരെയും കരയോഗ പ്രസിഡന്റുമാരെയും സെക്രട്ടറിമാരെയും എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ചടങ്ങാണിത്. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഡി അയ്യപ്പൻ, സെക്രട്ടറി സുരേഷ് രാമനാമടൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് നടന്നത്. ജനറൽ കൺവീനർ ഗോപരാജ്, കെ ജയചന്ദ്രൻപിള്ള, എസ് നായർ, ബി ബിജു, ജനാർദ്ദനൻ നായർ, കെ രാജേഷ്, രാമചന്ദ്രൻ നായർ, മണിഭവൻ രാജൻപിള്ള, പ്രഭാകരൻ നായർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.